ക്രിസ്മസ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയിൽ MS സൊല്യൂഷൻസ് CEO മുഹമ്മദ് ഷുഹൈബ് റിമാൻഡിൽ. താമരശ്ശേരി കോടതിയാണ് റിമാൻഡ് ചെയ്തത്. അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ തിങ്കളാഴ്ച സമർപ്പിക്കും. ഷുഹൈബിന്റെ ജാമ്യാപേക്ഷയും കോടതി തിങ്കളാഴ്ച പരിഗണിക്കും. ചോദ്യപേപ്പർ ചോർച്ചയിൽ ആദ്യം കുറ്റം നിഷേധിച്ച ഷുഹൈബ് കഴിഞ്ഞ ദിവസം നടന്ന ചോദ്യം ചെയ്യലിലാണ് അന്വേഷണ സംഘത്തോട് കുറ്റം സമ്മതിച്ചത്. എന്നാൽ മറ്റു പ്രതികളാണ് ഉത്തരവാദികൾ എന്ന നിലപാടാണ് ആവർത്തിച്ചത്. നിലവിൽ 4 പേരാണ് പ്രതികളെന്നും ചോർച്ചയിൽ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ടെന്നും ക്രൈംബ്രാഞ്ച് SP KK മൊയ്തീൻകുട്ടി പറഞ്ഞു. അതായത് ചോർത്തയായിട്ടുള്ള കാര്യം സമ്മതിക്കുന്നുണ്ട്, തീർച്ചയായും സമ്മതിക്കുന്നുണ്ട്. ചോർത്തപ്പെട്ട ക്വസ്റ്റ്യൻ അതായത് മനസ്സിലായിട്ടുണ്ടെന്ന് തന്നെ അയാൾ പറയുന്നത്. അല്ല, അയാൾ പറഞ്ഞിരിക്കുന്ന അയാൾ മറ്റുള്ള പ്രതികളുടെ പേരിലാണ് ആരോപിക്കുന്നത്. എങ്കിലും ചോർത്തപ്പെട്ടിരുന്ന പിന്നീട് മനസ്സിലായ അയാൾ സമ്മതിച്ചിട്ടുണ്ട്. അതെ, നമ്മൾക്ക് പ്രധാനമന്ത്രി വന്നിരിക്കുന്നത് ഓണപരീക്ഷയ്ക്ക് ശേഷമുള്ള ക്രിസ്മസ് പരീക്ഷയാണ്. ക്രിസ്മസ് പരീക്ഷയിൽ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നതായിട്ടുള്ള വ്യക്തമായിട്ട് തെളിവുകളുണ്ട്. അതിനെപ്പറ്റി തെളിവുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ പിന്നെ അവർ കസ്റ്റഡി ഭാഗം ചോദിക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് മനസ്സിലാക്കും. പ്രതികളുടെ സാമ്പത്തിക സ്രോതസ് അടക്കം പരിശോധിക്കുകയാണ്. ചോദ്യപേപ്പർ ചോർത്തി നൽകിയ മലപ്പുറം നേൽമുറിയിലെ അൺഎയ്ഡഡ് സ്കൂൾ പിയു അബ്ദുൾ നാസറിനെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തിരുന്നു. MS സൊല്യൂഷനിലെ അധ്യാപകൻ ഫഹദിനാണ് ചോദ്യപേപ്പർ കൈമാറിയതെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. തന്റെ സ്ഥാപനത്തെ തകർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ഫഹദിന് പിന്നിൽ ചില ശക്തികളുണ്ടെന്നും ഷുഹൈബ് ചോദ്യം ചെയ്യലിൽ പറഞ്ഞതായാണ് വിവരം. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് മുഹമ്മദ് ഷുഹൈബ് ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി കീഴടങ്ങിയത്. തിങ്കളാഴ്ച കൂടുതൽ ചോദ്യം ചെയ്യലിനായി ക്രൈംബ്രാഞ്ച് സംഘം കസ്റ്റഡി അപേക്ഷ നൽകും. ജനം, കോഴിക്കോട്.